ഇന്ന് നമ്മൾ ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 കിലോ ചിക്കന് ചെറുതായി അരിഞ്ഞ് വൃത്തിയാക്കി കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള മസാലകളൊന്ന് തയ്യാറാക്കണം. അപ്പോൾ നമുക്ക് അതിലേക്ക് കിടക്കാം. ചിക്കനും എല്ലാം ഇങ്ങോട്ട് മാറ്റിക്കാം. ഇഞ്ചി ഉണ്ട്, ചെറിയൊരു കഷ്ണം, കുറച്ച് ചെറിയുള്ളി, മല്ലിച്ചപ്പിന്റെ ഇലയാണ്, അതുപോലെ വെളുത്തുള്ളി, പച്ചമുളക്. ഇത്ര സാധനങ്ങളൊന്ന് നമുക്ക് വളരെ പെട്ടെന്ന് അടിച്ചെടുത്ത് വരാം. ഇത് നല്ല അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മസാല ഇതിലേക്ക് ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. കാശ്മീരി മുളക് പൊടി ഒരു 1.5 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. കുരുമുളക് പൊടി, ചെറിയ ജീരകത്തിന്റെ പൊടി 1/4 ടീസ്പൂണ്, ചിക്കൻ മസാല 1 ടീസ്പൂണ്, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണ്, ഗരം മസാല 1/2 ടീസ്പൂണ്, കസ്തൂരി മേത്തി, ഒരു ചെറുനാരങ്ങയുടെ പകുതി നീര്. ഇത് പിന്നെ ഓപ്ഷനിലാണ് കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. ഇത് നമ്മളൊരു ചന്തം കിട്ടാൻ വേണ്ടിയിട്ട് ചേർക്കുകയാണ്. കുറച്ച് ഫുഡ് കളറ്, ഒരു കോഴിമുട്ട, കോൺഫ്ലവർ കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂണ് മൈദ ചേർത്ത് കൊടുക്കുക. അരിപ്പൊടി ഉണ്ടെങ്കിൽ അരിപ്പൊടി ചേർത്താലും മതി കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നല്ലോണം മസാല ചിക്കൻ വരെ നല്ലോണം തേച്ച് കൊണ്ടിരിക്കുക. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. മസാലയൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് ഒന്ന് നോക്കുക ചിക്കനിലൊക്കെ മസാല ഉണ്ടോ. ചിക്കൻ മേലെ നല്ല പൊടിക്കുന്നത് വരെ തന്നെ മസാല തേച്ച് പിടിപ്പിക്കാൻ ശ്രമിക്കണേ. ഇനി ഇത് 1 മണിക്കൂർ നമുക്ക് ചിക്കൻ മേലെ മസാലയൊക്കെ ഒന്ന് പിടിക്കുന്നത് വരെ റെസ്റ്റിന് വെക്കാം. ഇപ്പം നമ്മൾ ചിക്കൻ മസാല തേച്ച് വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടോ. ഇനി ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കാം നമുക്ക്. അതിന് വേണ്ടിയിട്ട് ചട്ടി നല്ലോണം ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ വെച്ച് കൊടുക്കാം. ഇനി ഓയിൽ നല്ല ചൂടായി വരട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പം എണ്ണയൊക്കെ നല്ലവണ്ണം ചൂടായിട്ടുണ്ട്. ഈ ചൂടായ എണ്ണയ്ക്ക് ഒരു 3 പച്ചമുളക് നടുക്ക് കയറിയത് ഇതിനെ ചോദിക്കാം. അതിൻ്റെ ഒപ്പം നമുക്ക് കറിവേപ്പില കൊടുക്കാം. ഇതിന് കോഴിക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നമ്മൾ മസാല തേച്ച് വെച്ച ചിക്കന് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. എണ്ണ നല്ല ചൂടിലൊക്കെ നിൽക്കണം കേട്ടോ ചിക്കൻ ഇട്ട് കൊടുക്കുന്ന ടൈമിന്. ചിക്കൻ ഇട്ട് കഴിഞ്ഞാൽ ഒരു 3 മിനിറ്റ് എന്തായാലും നമ്മൾ ഇതുമായി തൊടാൻ പാടില്ല. മറിച്ചിടലൊന്നും നടക്കില്ല. മറിച്ചിട്ട് കഴിഞ്ഞാൽ ആ മസാല മൊത്തം ആകെ ചട്ടിയിൽ പിടിക്കും. ഒന്നിട്ട് ഫ്രൈ ആയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് മറിച്ച് ഇടാം. ഒരു 3 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് ഒക്കെ കഴിഞ്ഞതിന് നമുക്കിത് ഫുള്ളായിട്ട് എന്തായാലും ഇതിൽ പോരാം. 2 തവണയൊക്കെ ഉണ്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഒരു 15 മിനിറ്റ് ഫ്രൈ ആയി ടൈം എടുക്കൂട്ടോ. 2 ഭാഗവും ഫ്രൈ ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് മറിച്ച് നോക്കാം. ഒന്നും കൂടി ആകാനുണ്ട്, കുറച്ചും കൂടി ആകാനുണ്ട് കേട്ടോ. ഇപ്പം നമ്മളെ ചിക്കനൊക്കെ നല്ലോണം വെന്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിന് നമുക്ക് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. അതുപോലെ ഇനി ബാക്കിയുള്ളതും കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ബിരിയാണി റൈസാണ് ഉണ്ടോ, സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്ന അതേ ടേസ്റ്റില്ല കേട്ടോ. അപ്പോൾ നമുക്കിന്ന് ഇത് വളരെ പെട്ടെന്ന് കഴിക്കാം. സൂപ്പർ ടേസ്റ്റാണ്. ഇതേ മോഡൽ നിങ്ങളൊന്ന് തയ്യാറാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുന്നു. അപ്പോൾ ഞാനിത് കഴിക്കട്ടെ. ഓക്കെ.